സിദ്ദിഖ് എവിടെ? സിദ്ദിഖ് ഇനി നിയമത്തിന് കീഴടങ്ങുമോ എന്ന ചോദ്യത്തിനാണ് കേരളം അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത നിമിഷങ്ങളിൽ ഉത്തരം കാത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ, നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, തുടരെ വിക്കറ്റുകൾ വീഴുകയാണ്. മുകേഷ് MLA അറസ്റ്റിലായിരിക്കുന്നു. ഒരു MLA ജനപ്രതിനിധി ബലാത്സംഗ കേസിൽ അറസ്റ്റിലാവുന്ന പരിതാപകരമായ സാഹചര്യം കേരളം കാണുന്നു. ഒന്ന്. രണ്ട്, സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അതിരൂക്ഷമായ പരാമർശങ്ങളാണ് കോടതി നടത്തുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? തുടരെ വിക്കറ്റുകൾ വീണുകയാണ്. കാര്യം വ്യാജ ഡോക്ടറേറ്റ് എടുത്തവരും നിവിൻ പോളിക്കെതിരെ ദുബായിൽ പോയി പരാതി നൽകിയവരും അവരെല്ലാം എക്സ്പോസ്ഡ് ആകുകയും തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ വ്യാജ പരാതിക്കാരുടെ വിക്കറ്റ് വീണുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2-3 കാര്യങ്ങൾ മുൻകൂർ. രാഹുൽ ഈശ്വർ, ഇതിൽ ഏതാണ് വ്യാജ പരാതി? ഏത് പരാതിയാണ് വ്യാജം? പരാതി വ്യാജമാണോ അല്ലയോ എന്നെങ്ങനെയാണ് രാഹുൽ ഈശ്വർ ജഡ്ജ് ചെയ്യുക? അവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഹൈക്കോടതിയാണ് പറയുന്നത്. ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ കണ്ടുകൂടിയാണ് ഹൈക്കോടതി ഒരു ഉത്തരവ് സിദ്ദിഖിന്റെ ജാമ്യ ഹർജിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാഹുൽ, പരാതി ശരിയാണോ തെറ്റാണോ എന്ന് കാണുന്ന പോലെ ശ്രീ ജയസൂര്യ അടക്കമുള്ളവർക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക്, ശ്രീ രഞ്ജിത്തിനടക്കം പലർക്കും ജാമ്യം ലഭിച്ചില്ലേ? ആ ജാമ്യം ലഭിച്ചതുകൊണ്ട് അവർ കുറ്റക്കാരല്ലാതാകുന്നില്ല, അവർ ആരോപിതരാണ്. ഇനി ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനും ആകുന്നില്ല. അതായത് ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ലാതാകുന്നില്ല. അതേപോലെ മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ട് അയാൾ കുറ്റക്കാരനും ആകുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ മെറിറ്റ്സ് തീർച്ചയായിട്ടും വരട്ടെ. ബഹുമാനപ്പെട്ട കോടതിയിൽ, സുപ്രീം കോടതിയിലേക്ക് ശ്രീ സിദ്ദിഖിന്റെ അഭിഭാഷകർ പോകുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഒരു ഹിയറിംഗ് കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിസ്ഡത്തിൽ ഒരു നിലപാടിലേക്ക് എത്തി. അതുകൊണ്ട് നമുക്കതിനെ ബഹുമാനിക്കുക മാത്രമേ വഴിയുള്ളൂ. സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് പോവുകയും തന്റെ ഭാഗം വെക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ പ്രധാനമായി ഇതിൽ ശ്രദ്ധിക്കണം. ഈ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത്, പിന്നീട് മീഡിയയോട് പറഞ്ഞത്, പിന്നീട് കോടതിയിൽ പറഞ്ഞത്. ഇത് മൂന്നാണ്. ആദ്യം സിദ്ദിഖിനെതിരെ റേപ്പ് അലിഗേഷൻ ഇല്ലായിരുന്നു, വെർബൽ അബ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്നാണ്. പിന്നീട് നില തിയേറ്ററിൽ വെച്ച് വെർബൽ സെക്ഷുവൽ ഓഫറിംഗ് നടത്തി, അഥവാ ലൈംഗിക ഫേവേഴ്സ് ചോദിച്ചു എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി എന്തിനാണ് മസ്കറ്റി പോയെന്ന ചോദ്യം ബാക്കി ഉണ്ടാവും. 3, സാധാരണ എല്ലാവർക്കും തോന്നുന്ന ചോദ്യമല്ലേ, അച്ഛന്റെയും അമ്മയുടെയും സുഹൃത്തിന്റെയും കൂടെയാണ് ഈ വ്യക്തി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ റേപ്പ് നടക്കാനുള്ള സാധ്യത ഉണ്ടാകുക? രാഹുൽ ഈശ്വർ, ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ ഈ വിധിയുടെ വിശദാംശങ്ങൾ വായിക്കുകയായിരുന്നു. രൂക്ഷമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് സിദ്ദിഖിന്റെ ജാമ്യക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ SIT ഒരു സിദ്ദിഖിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്ന മട്ടിൽ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിന് ആധാരം എന്താണ്? അതിന്റെ ആധാരം പരാതിക്കാരിയുടെ പരാതി തന്നെയാണ്, വസ്തുതകളാണ്. കോടതിയിൽ ഈ കാര്യം ഗൗരവമായി ഞാൻ ഉന്നയിച്ച കാര്യം പാരഗ്രാഫ് 6 കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് എവിഡൻസ് ആണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ്. എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത് പരാതിക്കാരി? നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്, ഫേസ്ബുക്ക് വഴിയാണ് പരാതിക്കാരിയെ കോണ്ടാക്ട് ചെയ്തത്. പല ആളുകളെയും ഇത്തരത്തിൽ പ്രതി കോണ്ടാക്ട് ചെയ്തതായിട്ടുള്ള തെളിവുകൾ അവർ തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ 1 മാസം പിന്നിട്ടിട്ടും FIR ഇട്ടതിന് ശേഷമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് എവിഡൻസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത്. പ്രതിയുടെ കസ്റ്റഡിയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴിയാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ SIT ഇന്നേ വരെ പ്രതിയെ ചോദ്യം ചെയ്യാനോ പ്രതിയിൽ നിന്ന് ഇത്തരം തെളിവുകൾ ശേഖരിക്കാനോ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കി അത് തിരിച്ചെടുക്കാനോ സൈബർ ഫോറൻസിക്കിനെ അയക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തിയതിനു ശേഷം നാളെ ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ പോലും ഈ കേസ് എത്രമാത്രം അല്ലെങ്കിൽ കേസുകളെ ഫോളോ ചെയ്യുന്ന അഭിഭാഷകർക്ക് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് കൂടി മനസ്സിലാവും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന സാക്ഷികൾ എന്ന് പറയുന്നത് ഈ കേസിൽ, ഇത്തരം കേസുകളിലെല്ലാം തന്നെ വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മളിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കോണ്ടക്സ്റ്റിൽ ചർച്ച ചെയ്തതാണ്. ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ നേരിട്ട് ഫോൺ വിളിക്കുക പോലും വേണ്ട ഇത്തരം പവർഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പേടിപ്പിക്കുന്നത് വഴിയും അല്ലാതെയും സ്വാധീനിക്കാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ പരാതി നിലനിൽക്കെ ഇത് അനുവദിക്കുന്നത് ഒഴിവാക്കണമെങ്കിൽ എന്താണ് SIT ചെയ്യേണ്ടത്? ശ്രീ ഹരീഷ്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വനിതാ IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു സർക്കാരിന്റെ പ്രത്യേക താല്പര്യപ്രകാരം രൂപം കൊള്ളുകയും അവരാണ് ഈ കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്നത്. താങ്കളുടെ ആരോപണത്തിൽ ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ചില കാര്യങ്ങൾ, അതായത് പുറത്തു വരാത്ത, റെക്കോർഡിലാവാത്ത ചില കാര്യങ്ങൾ, അതായത് അന്വേഷണ സംഘത്തിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് പോയി എന്നും ആരോപിക്കുന്നുണ്ട്. അതിന്റെ വസ്തുത എന്താണ്? ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി SITയോട് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലിൽ വിഷ്വൽ മീഡിയയിൽ വന്ന് കേൾക്കാണ്, റിപ്പോർട്ടർമാർ പറഞ്ഞു കേൾക്കുകയാണ്. മാത്രമല്ല ആ SIT അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ SIT കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന സംഗതികൾ കൂടി മീഡിയയിൽ വരികയാണ്. ഇത് കേരള ഹൈക്കോടതിയുടെ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചും SITയെ സംബന്ധിച്ചുള്ള ഇടക്കാല ഉത്തരവിന് വിരുദ്ധമല്ലേ? ഇതെങ്ങനെയാണ് SITയിൽ നിന്ന് ചോർന്നു പോകുന്നത്?
ഞാൻ SIT അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ അത് സർക്കാർ അത് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഞാനത് കാണാനിടയായി. സർക്കാർ വളരെ രഹസ്യരേഖയായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ SIT രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നോ ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി SIT-യുമായി സഹകരിക്കുന്ന മറ്റു ആളുകൾ, ഉദാഹരണക്കാർ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർമാര് ഇവരുടെ ഫോൺ കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാഫുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പോയതെന്നറിയില്ല. കേരളത്തിലെ പ്രമുഖ ചാനലുകൾക്ക് എങ്ങനെയാണ് SIT-യുടെ അന്വേഷണത്തിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ലഭിക്കുന്നത്, കേസന്വേഷണത്തിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ, തെളിവ് ശേഖരണം നശിപ്പിക്കുന്നത്? ഇത് പ്രതിയെ സഹായിക്കുകയാണ്. ഇത് മീഡിയയോട് പറയുന്നത് പ്രതിയോട് പറയുന്നതിന് തുല്യമാണ്, അല്ലാതെ മീഡിയയോട് ഇല്ല. അതുകൊണ്ട് ഇത്തരം രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ കേരള സർക്കാരിന് ബാധ്യതയുണ്ട്. തീർച്ചയായും അത് അങ്ങനെ അവർ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ SIT-യിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നുണ്ടെങ്കിൽ ഗൗരവമായാണ്. അഡ്വക്കേറ്റ് TB മിനി കൂടി നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് TB മിനി, വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി നടത്തുന്നുണ്ട്. സർക്കാരിനെതിരെ വിമർശനമുണ്ട്, ഇരയെ അതിജീവിതയെ നിശബ്ദയാക്കാനുള്ള നീക്കമുണ്ട് എന്ന് ഈ ആരോപിതനെതിരെ വിമർശനമുണ്ട്. ഒപ്പം ബിൽക്കീസ് ബാനു കേസിലെ ഉത്തരവ് കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് സ്ത്രീകൾ ബഹുമാനം അർഹിക്കുന്നവരാണെന്ന് കോടതി പ്രഖ്യാപിക്കുന്നത്. സിദ്ദിഖിനെ എന്തായാലും ഇപ്പോൾ കാണാനില്ല. ഇത് അറസ്റ്റുകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്, വിക്കറ്റുകൾ വീഴുകയാണ് എന്നാണ് അഡ്വക്കേറ്റ് മിനിക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ന്യൂസ് വരുന്നുണ്ട് അഭിലാഷ്, സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. ഇതില് സിദ്ദിഖ് ഈ കുട്ടിയുടെ പരാതി വന്നതിന് ശേഷം സിദ്ദിഖിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നമ്മൾ നടത്തുന്ന പേഴ്സണൽ അന്വേഷണങ്ങളിൽ സിദ്ദിഖ് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് വിധേയനാവാൻ അർഹനായിട്ടുള്ള ഒരാളാണ് എന്ന നിലയിലാണ് പല ആളുകളിൽ നിന്നും, പല പെൺകുട്ടികളിൽ നിന്നും ഒക്കെയുള്ള ഒരു ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ആരോപണങ്ങൾ വരുന്നത്. കാരണം ഈ കുട്ടി തന്നെ നേരത്തെ ഈ വിഷയത്തിൽ പരാതി കൊടുത്തിരുന്നു, ഇതില് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആളുകൾ സിനിമാ മേഖലയിലേക്ക് വരുന്ന ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കൃത്യമായി വരുന്നുള്ള, അതില് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ഈ ആരെങ്കിലുമല്ല, പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മള് ഈ പത്രസമ്മേളനങ്ങളിലൊക്കെ വന്നിരുന്ന് ഇവര് സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ, ഇപ്പൊ AMMയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണ് പുള്ളി പത്രസമ്മേളനം നടത്തിയത്. അപ്പോ ഒരു ഉളുപ്പുമില്ലാതെ മറ്റുള്ളവരെ പഴിചാര, ഇത് തന്നെയായിരുന്നല്ലോ നടി ആക്രമിച്ച ആ കേസിൽ പ്രതിയായിരിക്കുന്ന ദിലീപിനെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ദിലീപ് വന്ന് നമ്മൾ എറണാകുളത്ത് വന്ന് പ്രസംഗിക്കുന്നത് കേട്ടാൽ ഇങ്ങനെ ഒരാള്, ഇത്ര പരിശുദ്ധനായിട്ടുള്ള ഒരാള്, ഈ ഇവിടുത്തെ സ്ത്രീകൾക്ക് എല്ലാവർക്കും സിനിമാ മേഖലയിൽ പ്രൊട്ടക്ഷൻ നൽകുന്ന പെങ്ങന്മാരെ പോലെ കാണുന്ന ഒരാളാണെന്ന് നമ്മൾ കരുതുന്നതാണല്ലോ. അപ്പൊ ആ മുഖം മൂടി വെച്ച് തന്നെയാണ് അവര് ആ പത്രസമ്മേളനങ്ങളും പത്രങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ക്രിറ്റിസിസം ഞാൻ എന്തായാലും മീഡിയയ്ക്ക് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് അർഹതയിൽ കൂടുതലുള്ള ഒരു സ്പേസ് നിങ്ങൾ എല്ലാവരും കൊടുത്തിരുന്നു എന്ന് പറയുന്നതും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പലതും അറിയാം, പക്ഷെ എങ്കിലും നിങ്ങൾ ഇവർക്ക് അർഹതയിൽ കൂടുതലുള്ള അംഗീകാരം കൊടുക്കുകയും പ്രൊജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സിദ്ദിഖിനെതിരെ ഈ ആരോപണം വന്നതിന് ശേഷം പോലും ചെയ്തിരുന്നു. സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഇപ്പൊ ഈ അടുത്ത് ഈ കുട്ടി ഇത് പറയുകയും ചെയ്തതിന് ശേഷം DGPക്ക് സിദ്ദിഖ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യാണ്. സിദ്ദിഖ് പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നു, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നെല്ലാം സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യാണ്. പിന്നെ എന്തുകൊണ്ട് SIT ഇതിൽ അറസ്റ്റ് ചെയ്യാതിരുന്നു? ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവരെപ്പോഴേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേനെ. പക്ഷെ അപ്പൊ ഇവിടെ നേരത്തെ ഹരീഷ് ഉന്നയിച്ച ചില കാര്യങ്ങൾ ഒരു വിക്ടിമിനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. കാരണം വിക്ടിം അന്വേഷണ സംഘവുമായി സഹകരിക്കുന്ന ആളാണ്. പക്ഷെ ആ വിക്ടിമിന്റെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇപ്പൊ ഹാജരായ ഹരീഷ് വാസുദേവൻ പറയുകയാണ് SITയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന്. അപ്പൊ SITയുടെ വിശ്വാസ്യത, ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ അന്വേഷിക്കുന്നവരാണ് SITക്കാർ. അപ്പൊ SITനെ പൊതുവെ വിശ്വാസത്തിലെടുത്തവരാണ് നമ്മള്. നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ള ഒരു ഇംപ്രഷൻ അവരുണ്ടാക്കിയിരുന്നു. പക്ഷെ അപ്പോഴും അവരിൽ നിന്നും വലിയ വീഴ്ചകൾ, അതിൽ പ്രത്യേകിച്ച് ഹരീഷ് പറഞ്ഞ പോലെ ലീക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്, വാർത്തകൾ വിവരങ്ങൾ ലീക്ക് ചെയ്ത് കൊടുത്ത് പ്രതികൾക്ക് ഗുണകരമാവുന്ന രീതിയിലാക്കുന്നുണ്ട് എന്നെങ്കിൽ, അത് SIT പറയാതെ ആർക്കും അറിയില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയായിട്ട് കാണാം. അവിടെയാണ്
ഈ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസിനെതിരായിട്ട് വരിക, ഈ ഇരയെ വിക്ടിമിനെ അപകീർത്തിപ്പെടുത്താനും വിക്ടിമിന്റെ ഐഡന്റിറ്റി കൊണ്ടുവരാനും. ഇപ്പൊ തന്നെ രാഹുൽ ഈശ്വരി ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, രാഹുൽ ഈശ്വരനെ എവിടെ നിന്ന് കിട്ടി അഭിലാഷ്? എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാനിപ്പോ കൊടുത്ത ആ വിക്ടിമ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? മാഡം വിധിന്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വിധിന്യായത്തിൽ ആരോപിതയുടെ ആർഗ്യുമെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മാഡത്തിന് വിധിന്യായം കിട്ടിയില്ല. രാഹുലെ വിധിന്യായത്തിലല്ല, ആ വിധിന്യായത്തിൽ ആൾക്ക് ബെയിൽ നിഷേധിക്കുകയാണല്ലോ ചെയ്തത്. ആരോപിത എഴുതിയ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. അവരുടെ വാദഗതിന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും ഹരീഷ് വാസുദേവനും പറഞ്ഞ കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. പബ്ലിക്കായിട്ട് പറഞ്ഞത് വേറെ കാര്യമാണ്. നമ്മളിപ്പോ ഈ ഉത്തരവ് വെച്ച് തർക്കിച്ചാൽ തന്നെ ശ്രീ രാഹുൽ ഈശ്വർ 17ാമത്തെ പാരഗ്രാഫ് വായിക്കൂ. ഓൺ ദ എക്സാമിനേഷൻ ഓഫ് ദ അലിഗേഷൻസ് ഇൻ അനക്ഷർ 2 prima facie it indicates that the petitioner has committed the above offense. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വായിക്കുന്നില്ല, ഒഫൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ബാക്കി. ഇനി 18th പാരഗ്രാഫ്, the allegations in annexure 2 complaints are unquestionably serious and grave. അൺക്വസ്റ്റ്യനബിളി സീരിയസ് ആൻഡ് ഗ്രേവ് എന്നാണ് ഈ അലിഗേഷനെ കുറിച്ച് രാഹുൽ ഈശ്വർ ഇത് ഉടായിപ്പാണ് എന്ന് പറയുന്ന ഈ പരാതിയെ കുറിച്ച് കേരള ഹൈക്കോടതി അൺക്വസ്റ്റ്യനബിളി സീരിയസ് ആൻഡ് ഗ്രേവ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല സർ, ഞാൻ ദയവായിട്ട് വായിക്കാം. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് മുമ്പൊരു വാദമുണ്ടായി, ഇത് 375ന്റെ പരിധിയിൽ വരില്ല, ഇത് റേപ്പ്. മാഡം ഞാൻ കോടതിയുടെ വിധിന്യായത്തിൽ നിന്നാണ് വായിക്കുന്നത്. മാഡം ഞാൻ എന്റെ ലാപ്ടോപ്പിൽ കോടതിയുടെ വിധിന്യായം എടുത്തു വെച്ചിട്ടാണ് വായിക്കുന്നത്. എനിക്ക് ഒരു വരി പറയാൻ അവസരം തരൂ. കോടതിയുടെ വിധിന്യായം എടുത്തു വെച്ചാണ് ഞാൻ വായിക്കുന്നത്. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ 375 റേപ്പ് അട്രാക്റ്റഡ് ആകുമോ എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ പെനിട്രേറ്റീവ് സെക്സ് ഉണ്ടായിട്ടില്ല, മറ്റു ചില കാര്യങ്ങളാണ് ഉണ്ടായത്. എന്നാൽ പോലും ഈ അലിഗേഷൻ നമ്മുടെ പുതിയ നിയമപ്രകാരം ഇതിന്റെ പരിധിയിൽ വരുന്നുവെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി ശ്രീ സിദ്ദിഖ് തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടൊന്നുമില്ല. കോടതി പറഞ്ഞത് കോടതിക്ക് സിദ്ദിഖ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. കേസിന്റെ മെറിറ്റ് അനുസരിച്ചല്ലല്ലോ ഒരു ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ആ ആരോപണം ഒരു അറസ്റ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ 18ാമത്തെ പാരഗ്രാഫ് ശ്രീ രാഹുൽ ഈശ്വർ അലിഗേഷൻസ് ഇൻ അനക്ഷർ 2 complaints are unquestionably serious and grave എന്നാണ്. അത് ചോദ്യം ചെയ്യലിന് അപ്പുറത്ത് സീരിയസ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണെന്നുള്ളതാണ് കോടതിയുടെ ഇക്കാര്യത്തിലെ നിലപാട്. അതുകൊണ്ടാണല്ലോ ജാമ്യം നിഷേധിച്ചത്. ആ കംപ്ലൈന്റ് ആണ്, അല്ലാതെ ഒരു ജാമ്യാപേക്ഷയിൽ കേസിന്റെ മെറിറ്റിൽ കയറി കോടതി വിധിക്കോ ഇല്ലല്ലോ. അത് പ്രാഥമികമായ വിവരമല്ലേ. ഒരു ജാമ്യാപേക്ഷയിൽ കോടതി ഇക്കാര്യത്തിൽ ഇതിന്റെ നെല്ലും പതിരും തിരിക്കില്ലല്ലോ. പക്ഷെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോപണങ്ങൾ ഗുരുതരമല്ലെന്ന് ആരും പറയുന്നില്ല. ഇനി കോടതി പറയുന്ന പ്രധാന ഒരു വസ്തുത കൂടെയുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ നടിയെ കണ്ടിട്ടേ ഇല്ലെന്നാണ് സിദ്ദിഖിന്റെ വാദഗതി. അത്തരം കാര്യങ്ങൾ കൊണ്ട് ശക്തമായ 2 വാദങ്ങൾ കൊണ്ട് പോലീസ് കൂടുതൽ ഇതിൽ ഇന്റഗ്രേഷൻ നടത്തണം. ഇതിലൊന്നും ആർക്കും എതിർപ്പില്ല. ശരിയല്ല. സിദ്ദിഖ് DGP കൊടുത്തിട്ടുള്ള പരാതി രാഹുൽ ഒന്ന് വായിക്കും. മാഡം അങ്ങനെയല്ല, കോടതിയിലെ അവരുടെ വാദങ്ങൾ ഞാൻ കേട്ടതാണ്. മാഡം ദയവായി ശ്രദ്ധിക്കുക. മാഡത്തെ ആരോ തെറ്റിദ്ധരിച്ചതാണ്. തെറ്റിദ്ധരിക്കുന്ന ആളല്ല. ഞാൻ പറയട്ടെ, സിദ്ദിഖ് DGPക്ക് അയച്ചിരിക്കുന്ന പരാതി എന്റെ കയ്യിലുണ്ടതേ. പരാതി മാഡത്തിന് എങ്ങനെ കിട്ടി? കേരള പോലീസിന് DGPക്ക് അയച്ച പരാതി മാഡത്തിന് എങ്ങനെ കിട്ടി? DGPക്ക് അയച്ച പരാതി ഞങ്ങൾ രാഹുലിന് അറിയാലോ. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്ത ഈ ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന താര ഇടയിൽ ചെറിയ കുത്തനെന്തിന്. അതായത് ഞങ്ങൾ വിമൻസ് ലോയേഴ്സ് ഗ്രൂപ്പ് എല്ലാ ആളുകൾക്കും എന്ത് നിയമസഹായം കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മെയിൽ IDയിലേക്ക് സിദ്ദിഖ് DGPക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്ന പരാതി ഒരു പക്ഷെ ഈ കുട്ടിക്ക് കിട്ടിയതായിരിക്കും. അവർ ഞങ്ങളുടെ മെയിൽ IDയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അഭിലാഷ് വളരെ സീരിയസ് ഒരു മെയിൽ IDയിലേക്ക് ചോർത്തി നൽകി എന്നുള്ളത് DGPക്കെതിരെയുള്ള സീരിയസ് ആയ കംപ്ലൈന്റ് ആണ്. അത് പോട്ടെ.
വിഷയം. പക്ഷേ ശ്രീ അഭിലാഷ് ആലോചിക്കണം, ഇതിന്റെ ഗ്രാവിറ്റി ആലോചിക്കണം. പോലീസിൽ സിദ്ദിഖിനെതിരെ ഗൂഢാലോചന, അതായത് പോലീസ് DGPക്ക് സിദ്ദിഖ് കൊടുത്ത പരാതി മറ്റൊരു മെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തു എന്ന്. എത്ര സീരിയസ് ആയ അലിഗേഷൻ ആണ്. അല്ല, ഒരു സെക്കൻഡ് രാഹുൽ, എന്താണ് ആ സംഭവം എന്ന് അഡ്വക്കേറ്റ് മിനി വിശദീകരിക്കട്ടെ. കാരണം അവരുടെ ഓഡിയോയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അഡ്വക്കേറ്റ് മിനി അത് എന്താണെന്ന് വിശദീകരിക്കും, പറയൂ. സമ്മതിക്കേണ്ട അയാള് പറയൂ. ഇനി രാഹുൽ ഇന്റർഫിയർ. അതായത് ഒരു പക്ഷേ ഞങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് വന്നതാണത്. അതായത് ഈ കുട്ടിക്ക് ഈ പരാതിക്കാരി എന്ന നിലയിലും അയാൾ അയച്ച പരാതിയിൽ അക്യൂസ്ഡ് എന്ന നിലയിലും ഒരു പക്ഷെ ആൾക്ക് കിട്ടിയതായിരിക്കും. ഞങ്ങളുടെ നിയമോപദേശത്തിന് വന്നതാണ്. അപ്പൊ അതിൽ ആര് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതാണെങ്കിലും സിദ്ദിഖ് ഈ DGPക്ക് കൊടുത്ത പരാതിയില് ഞാൻ അന്ന് തന്നെ പറഞ്ഞു, സിദ്ദിഖിന്റെ ഈ ഒരു പരാതിയാണെങ്കിൽ സിദ്ദിഖിന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല. കാരണം അതിൽ സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. സിദ്ദിഖ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു, ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, അച്ഛനമ്മയും ആണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതൊന്നും ഞാനിപ്പോ ഈ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കോടതിയുടെ ഇന്നത്തെ ജഡ്ജ്മെന്റ്. അപ്പോ അതിൽ സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സിദ്ദിഖ് ഇവിടെ കോടതിയിൽ വന്നപ്പോ വക്കീല് അത് തിരിച്ച് എന്തായാലും അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. വക്കീലിന് ബുദ്ധിയുള്ളത് അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് സിദ്ദിഖിനെ സംബന്ധിച്ച് പിന്നെ നിങ്ങളൊക്കെ ചാനലിൽ കൊടുത്തു വാർത്ത, ഏത് സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു എന്ന് റെക്കോർഡിങ്ങില് കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സിദ്ദിഖ് ഞാൻ ആ ഹോട്ടലിൽ പോയിട്ടില്ല എന്ന് നിഷേധിച്ചില്ല. അതിന്റെ അർത്ഥം ഇൻ പ്രസൻസ് ആ പ്രതി അവിടെ ഉണ്ടായിരുന്നാണ്. തീർച്ചയായും. ഓക്കെ, വ്യക്തമാണ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ നോക്കൂ, ഇപ്പോൾ ഈ കോടതി ഉത്തരവ് താങ്കളുടെ കയ്യിലുണ്ട്. താങ്കൾ ഈ ഉത്തരവ് വായിച്ചിട്ടുള്ള ആളാണ്. ഉത്തരവിൽ വളരെ കൃത്യമായി കോടതി നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പരാതി സീരിയസ് ആയിട്ടുള്ള, വളരെ സീരിയസ് നേച്ചറിലുള്ള പരാതിയാണ്. കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ജാമ്യം കൊടുക്കാൻ സാധ്യമാവുന്ന പരാതിയല്ല ഇത്. ഈ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ അന്വേഷണത്തിനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമുണ്ട് എന്ന് കോടതിക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ് ഇത് മുൻകൂർ ജാമ്യത്തിന് അൺഫിറ്റായി മാറുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. സംശയമില്ല. അഭിലാഷ്, ഒരു കാര്യം കൂടെ അഭിലാഷ് ജനങ്ങൾക്ക് വേണ്ടി ക്ലാരിഫൈ ചെയ്യണം. ഈ വിധിന്യായ പ്രകാരം ദിലീപിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദഗതി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ നടിയെ കണ്ടു എന്നാണോ? സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദഗതി ഈ നടിയെ കണ്ടു. രാഹുൽ ഈശ്വർ, ഈ ആരോപണങ്ങളൊക്കെ സിദ്ദിഖിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സിദ്ദിഖിന്റെ അഭിഭാഷക സംഘം നിഷേധിക്കുകയാണ് ചെയ്തത്. അഡ്വക്കേറ്റ് മിനി പറഞ്ഞത് DGPക്ക് കൊടുക്കപ്പെട്ട ഒരു പരാതിയുടെ വിവരങ്ങളാണ്. ക്ലിയർ ആയല്ലോ? അല്ല, ജനങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഞാൻ പറഞ്ഞത് കോടതി വിധിയിൽ നിന്നെടുത്ത കാര്യമാണ്. 2, DGP ഓഫ് പോലീസിന് ശ്രീ സിദ്ദിഖ് നൽകിയ പരാതിയുടെ കോപ്പി അത് വെളിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ സിദ്ദിഖിനെതിരെ ഏതെങ്കിലും രീതിയിൽ ഒരു മൂവ് നടക്കുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടാകുകയും സിദ്ദിഖിന്റെ പരാതിക്ക് ആദ്യമേ ഡിഫൻസ് കണ്ടെത്താനുള്ള വഴികൾ എതിർഭാഗത്തിന് പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. സിദ്ദിഖ് കേരള പോലീസിന്റെ DGPക്ക് അയച്ച പരാതി മറ്റേതോ മെയിൽ ഐഡിയിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് പോലീസിന്റെ ക്രെഡിബിലിറ്റി, ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. 3, ഇവിടെ സിദ്ദിഖിന്റെ വാദഗതി എന്താണ്? അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. സുപ്രീം കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഒരുപക്ഷെ അല്ലെങ്കിൽ ഇനിയും ജാമ്യം നൽകുമായിരിക്കും, ഇല്ലായിരിക്കാം. നാളെ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ നിങ്ങൾ ആരും അദ്ദേഹത്തിന് ഇതേപോലെ ചർച്ച ചെയ്യില്ലല്ലോ. അതായത് സിദ്ദിഖിന് ഏതെങ്കിലും രീതിയിൽ അനുകൂലമല്ലാത്തൊരു കാര്യം വന്നാൽ സിദ്ദിഖ് മോശക്കാരനാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മീഡിയക്കാർ ചർച്ച ചെയ്യുകയും ആർക്കെങ്കിലും ജാമ്യം കിട്ടിയാൽ അത് വാർത്ത പോലും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന പരിതാപകരമായ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറക്കരുത്. ഈ ബിൽക്കിസ് ബാനുവിനൊക്കെ ഈ വിധിയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ബിൽക്കിസ് ബാനുവിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റ് എത്രമാത്രം വേദനാജനകവും അവരുടെ കുട്ടി മരിച്ചു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റ കാര്യം മാത്രം പറയാം. ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. 2019 ഫേസ്ബുക്കിൽ എഴുതിയതല്ല, പിന്നീട് 2020 എഴുതിയത്. 2020 എഴുതിയതല്ല മീഡിയയോട് പറഞ്ഞതല്ല പോലീസിന് പരാതിയായി കൊടുത്തത്. വെർബൽ അബ്യൂസ് നേരിട്ടു എന്നാണ് പറഞ്ഞത്. വാക്കുകൾ കൊണ്ട് അബ്യൂസ്. നില തിയേറ്ററിൽ വെച്ച് സിദ്ദിഖ് വെർബലി ഈ കുട്ടിയെ സെക്ഷുവൽ ഫേവേഴ്സിന് വേണ്ടി പ്രപ്പോസ് ചെയ്തു, അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ഒരാൾ മസ്കറ്റ് ഹോട്ടലിൽ ഈ സിദ്ദിഖിനെ കാണാൻ പോകുമോ? ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും സുഹൃത്തും കൂടെ മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുവിട്ടു എന്ന് പറഞ്ഞു. അവരെവിടെ പോയി? ഈ സോക്കോൾഡ് റേപ്പ് നടന്ന സമയം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളില്ലേ ബഹുമാനപ്പെട്ട ചോദ്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി കൊറോബറേറ്റ് ചെയ്യുന്ന വസ്തുതകളുണ്ട്, തെളിവുകളുണ്ട് എന്ന് കണ്ടെത്തി അതിൽ കുറ്റപത്രം കൊടുക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് ശ്രീ രാഹുൽ ഈശ്വർ. വളരെ ഏകപക്ഷീയമായി നമുക്ക് ഈ വിഷയത്തിൽ
അങ്ങനെ അല്ലെന്നോ അങ്ങനെയാണെന്നോ വിധി പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഞാൻ ഈ കാര്യത്തിൽ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ കോടതി ചില നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഗ്രേവ് ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ജാമ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്ന് കോടതി പറയുന്നു. നോക്കൂ, മുകേഷിന്റെ കേസ് അടക്കമുള്ള മുൻ കേസുകളിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനമല്ല ഈ കേസിൽ കോടതി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ പരാതിയിൽ, ഈ പർട്ടിക്കുലർ പരാതിയിൽ കോടതി അതിനകത്ത് കൂടുതൽ ഗ്രാവിറ്റി കാണുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ല, അതിന് തർക്കമില്ലല്ലോ. കാര്യം കോടതി വിധിയിൽ എക്സ്പ്ലിസിറ്റ്ലി എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ഗ്രേവ് അലിഗേഷൻസ് ആണ്. പക്ഷേ ഇത് അലിഗേഷൻ സ്റ്റേജ് ആണ്. നാളെ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ എനിക്ക് ശക്തമായ വിശ്വാസമുണ്ട് ശ്രീ സിദ്ദിഖിന് ഈ വിധി മാറിക്കിട്ടുകയും അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും. ശ്രീ സിദ്ദിഖ് ഈ വ്യക്തി 14 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ്. മുഖം മറച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ വ്യക്തിക്കെതിരെ ചൈന യൂണിവേഴ്സിറ്റി ഈ വ്യക്തിയെ പുറത്താക്കിയതാണ്. സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുക്കുന്നതിന് ചൈനയിലെ യൂണിവേഴ്സിറ്റി ഈ വ്യക്തിയെ പുറത്താക്കിയതാണ്. ഇത് ചൈന എന്നുള്ള ഡോക്യുമെന്റ്സ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊതുമണ്ഡലത്തിലുണ്ട്. ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആളുടെ ക്രെഡിബിലിറ്റി ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് കോടതി പറയുന്നത് ശരിക്കും ബിൽക്കിസ് ബാനു കേസ് കോട്ട് ചെയ്യുന്നത് തന്നെ deserves respect howsoever high or low she may be otherwise considered in society എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിൽക്കിസ് ബാനുവിനെ പോലൊരു സ്ത്രീയുടെ പേര് ഈ ചർച്ചയെ കൊണ്ടുവരുന്നത് ബിൽക്കിസ് ബാനുവിനെ കുടുംബത്തെ അപമാനിക്കുന്നത് പോലെയാണ്. കേരള ഹൈക്കോടതിയാണ് ബിൽക്കിസ് ബാനുവിന്റെ പേര് കോട്ട് ചെയ്തത്. കേരള ഹൈക്കോടതിയാണ് ശ്രീ രാഹുൽ ഈശ്വർ. താങ്കളുടെ വാദം എന്താണ്? ബിൽക്കിസ് ബാനുവിന്റെ കുടുംബം മരിച്ചിട്ടുണ്ട്, അത് വേദനാജനകമാണ്. ഇപ്പോ ഒരു ബലാത്സംഗം ഹത്യയില്ലെങ്കിൽ അത് അത്ര വേദന ഇല്ലാത്തതാണെന്നാണോ? എല്ലാ തരത്തിലുള്ള ലൈംഗിക അതിക്രമവും വേദനാജനകമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അതിന് ഒന്ന് കൂടുതൽ ഒന്ന് കുറവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സഹപാഠിയുടെ എടുത്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ് സാർ. ശരി, നമുക്ക് മനസാക്ഷി വേണം. സഹപാഠിയുടെ വീഡിയോ എടുത്തതിനും അവിടുത്തെ ഇമ്മോറൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഈ കുട്ടിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. അല്ല, ഏതെങ്കിലും തരത്തിൽ നടപടികളോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ ഒക്കെ നേരിട്ടിട്ടുള്ള ഒരാൾ എത്ര മോശമാളോ ആവട്ടെ, ഒരു അതിക്രമത്തിന് വിധേയമായാൽ അത് അതിക്രമം തന്നെയാണ്. അതല്ലാതെ ഞാൻ കോടതി വിധി ഇതിൽ കൂടുതൽ ഉദ്ധരിക്കണമെങ്കിൽ ഉദ്ധരിക്കാം. പക്ഷേ എനിക്ക് ഒരു ഇടവേള അല്ല, ബിൽക്കിസ് ബാനുവിന്റെ കാര്യം കോടതി കൃത്യമായി പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. ഒരാൾ സമൂഹത്തിൽ എത്ര വിലമതിക്കുന്നു, അല്ലെങ്കിൽ അവരെ എങ്ങനെ കാണുന്നു, അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അവർ ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളാണ്, ഏത് ക്രീഡിൽപ്പെട്ട ആളാണ് എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ചൊരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് ബിൽക്കിസ് ബാനു കേസിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇനി ഈ കേസിൽ സംഭവിക്കുക? സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാവുമോ? മുകേഷിന്റെ അറസ്റ്റ് കഴിഞ്ഞു. മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുകേഷിനെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രീ രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റ് മിനിയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച കാര്യം തന്നെ, ഇപ്പോൾ അവിടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് താങ്കൾ ഉന്നയിച്ച അതേ വാദങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. എന്താണ് കോടതി ഇക്കാര്യത്തിൽ കാണുന്നത്? പരാതിക്കാരിയെ നിശബ്ദയാക്കാനേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉപകരിക്കൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ലൈംഗികാതിക്രമം നേരിട്ട സ്ത്രീ പ്രകടിപ്പിക്കുന്നത് അവരുടെ സ്വഭാവമല്ല, വേദനയാണെന്ന് മനസ്സിലാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആരോപണ വിധേയൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലാതെ പരാതിക്കാരിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളത് കോടതി പറയുന്നുണ്ട്. ഒരു സ്ത്രീ സമൂഹത്തിൽ എങ്ങനെ അവരെ കാണപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ എന്താണ് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അവർ ബഹുമാനം അർഹിക്കുന്നു. അതുകൊണ്ട് അതിജീവിതയെ നിശബ്ദയാക്കരുത് എന്നുള്ളതാണ് ഈ താങ്കൾ ഉന്നയിച്ച വാദം തന്നെയാണ് അഭിഭാഷകർ ഉന്നയിച്ചിട്ടുള്ളത്. ആ വാദത്തിന് മറുപടി കോടതി തന്നെ നൽകിയിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാടിനെ സ്വീകരിക്കുന്നു. പക്ഷേ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണ്ടേ, ക്രെഡിബിലിറ്റി നമ്മൾ നോക്കണ്ടേ. ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഫോട്ടോ കാണിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ചൈനയിൽ നിന്ന് ഈ വ്യക്തിക്കെതിരെ ചൈനീസ് യൂണിവേഴ്സിറ്റി കണ്ടെത്തുകയും ചൈനയിൽ നിന്ന് ഈ വ്യക്തിയെ പുറത്താക്കുകയും ചെയ്തതാണ്. ഇതിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിരിക്കുന്നത് സഹപാഠികളായ പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ എടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുമായിരുന്നു ഈ വ്യക്തി എന്നാണ്. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, മറ്റൊരു രാജ്യത്തെ ചൈനയിലെ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ കാര്യമാണ്. ഈ വ്യക്തി 14 പേർക്കെതിരെ കംപ്ലൈന്റ് പറഞ്ഞില്ലേ. ഇനി ആദ്യം പറഞ്ഞത് വെർബൽ അബ്യൂസ് എന്നല്ലേ. ഈ വെർബൽ അബ്യൂസ് എങ്ങനെ റേപ്പായി മാറി? വാക്കുകൾ കൊണ്ട് എന്നെ അബ്യൂസ് ചെയ്തു എന്ന് ആദ്യം പറഞ്ഞത് പിന്നീട് ഫിസിക്കൽ റേപ്പായിട്ട് എങ്ങനെ മാറിയെന്ന് സ്വാഭാവികമായിട്ട് ചോദ്യമല്ലേ. 2019 പറഞ്ഞത് വേറെ, 20 പറഞ്ഞത് വേറെ, 21 പറഞ്ഞത് വേറെ, ഈ വർഷം മീഡിയയുടെ ആദ്യം പറഞ്ഞത് വേറെ. അതിൽ റേപ്പില്ലായിരുന്നു. പിന്നീട് രണ്ടാമത് പോലീസിന് പറഞ്ഞ റേപ്പ് പറഞ്ഞു. എത്ര മൊഴിമാറ്റം നടന്നു? ഒറ്റ വരി മാത്രം. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിജീവിതയുടെ മൊഴി മാത്രം മതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ. പക്ഷെ ആ മൊഴിക്ക് കൺസിസ്റ്റൻസി വേണ്ടേ? ആ മൊഴിക്ക് വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടുണ്ടോ? എത്രമാത്രം വൈരുദ്ധ്യം ഉണ്ടായി? ഈ വൈരുദ്ധ്യങ്ങളിലാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസടക്കം കോടതി അവസാനം ചൂണ്ടിക്കാണിച്ചത്. ഒരുപാട്
വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വ്യക്തി നിരപരാധിയാണെന്ന് വെറുതെ വിടുന്നു. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാകുമോ? ആദ്യം വെർബൽ അബ്യൂസ് പറഞ്ഞു, രണ്ടാമത് നീള തിയേറ്ററിൽ വെച്ച് എന്നോട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ നീള തിയേറ്ററിന്റെ കാര്യമേ പരാമർശിക്കുന്നില്ല, മസ്കറ്റ് ഹോട്ടലിൽ പോയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെയായിരുന്നു? താങ്കൾ സൂചിപ്പിച്ച ഈ ഫ്രാങ്കോ കേസ്, ഫ്രാങ്കോയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അതേ അഭിഭാഷക സംഘമാണ് ഈ സിദ്ദിഖിന് വേണ്ടിയും കേസ് നടത്തുന്നത്. താങ്കൾ ഈ പറയുന്ന വൈരുദ്ധ്യങ്ങൾ അത് ട്രയലിന്റെ ഘട്ടത്തിൽ, അന്വേഷണത്തിന് മുമ്പല്ല, ട്രയലിന്റെ ഘട്ടത്തിൽ പിൻ പോയിന്റ് ചെയ്ത് ചോദിക്കാം. അതിന് പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ഉത്തരവുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ മുൻവിധിയോടുകൂടി എങ്ങനെ പറയാൻ കഴിയും? അത് ട്രയലിന്റെ ഘട്ടത്തിൽ താങ്കൾ സൂചിപ്പിക്കുന്ന വൈരുദ്ധ്യങ്ങൾ ട്രയലിന്റെ ഘട്ടത്തിൽ പ്രതിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാം, പ്രോസിക്യൂഷൻ അതിന് മറുപടി ഉണ്ടാകും. അന്വേഷണം നടക്കുകയല്ലേ, അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കാര്യത്തിൽ നമ്മളിതാ ഇപ്പോഴേ, താങ്കൾ ഇപ്പോഴേ ഈ ആരോപണ വിധേയനായിരിക്കുന്ന ആൾ പരിശുദ്ധനാണ് എന്നും ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിക്കാണ് പ്രശ്നം എന്നുള്ള കൺക്ലൂഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അതിന് ലോജിക്കില്ല ശ്രീ രാഹുൽ ഈശ്വർ. അല്ല സാർ, അത് ലോജിക് അല്ല, എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസ് ആണ് കൈമറച്ച്, ഈ പെൺകുട്ടികളുടെ ഫോട്ടോയുടെ കൈമറച്ച് ഞാൻ എനിക്ക് മനസ്സിലായില്ല. യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തലാണ്. മെഡിസിൻ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ചൈനയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അച്ചടക്ക നടപടിക്ക് വിധേയയായ ഒരാൾ സഹപാഠികളുടെ നഗ്ന വീഡിയോ എടുത്തു, വീഡിയോ എടുത്തു എന്ന ആരോപണത്തിൽ അച്ചടക്ക നടപടിക്ക് വിധേയയായ ഒരാൾ പിന്നീട് ലൈംഗിക അതിക്രമത്തിന് ഇരയാകാൻ പാടില്ല എന്നുണ്ടോ? രാഹുൽ ഈശ്വർ, ഇനി ഒരു ക്രിമിനൽ എന്ന് വിചാരിക്കാം, ഒരു എക്സ്, വേറൊരു വിഷയം, ഒരു എക്സ് എന്നുള്ള ഒരു ക്രിമിനൽ ആന്റിസിഡൻസ് ഉള്ള ഒരാൾ, അവരൊരു ലൈംഗിക പീഡനത്തിന് ഇരയായി നോക്കുക. അപ്പോ ആ കുറ്റം അല്ലെങ്കിൽ അവരേറ്റ പീഡനം കുറവായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ലഘൂകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യർക്കും നിയമത്തിന് മുമ്പ് തുല്യ അവകാശമാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 100% അഗ്രി ചെയ്യുന്നു. ഒരിക്കൽ സുപ്രീം കോടതി വാക്കാൽ പറയുകയും ചെയ്തു, പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലും റേപ്പ് ചെയ്യാൻ പറ്റില്ല, കാര്യം അത് നിയമത്തിനെതിരാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് പലപ്പോഴും ഇങ്ങനെ വ്യാജ പരാതി, മീറ്റു പരാതി അടക്കമുള്ള പല കാര്യങ്ങൾ കൊടുത്ത് ശീലമുണ്ട്. അഖിൽമാരാർ അടക്കമുള്ള ആൾക്കാർ അത് റേസ് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 14 പേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പരാതികൾ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ എന്റെ ഇരിപ്പുണ്ട്, അതിലൊന്നും സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല സാർ, വെർബലി അബ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. വെർബൽ അബ്യൂസ് പിന്നെങ്ങനെ ഫിസിക്കൽ അബ്യൂസായി മാറി? നിള തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്ന് പറഞ്ഞത് പിന്നീട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചത് എങ്ങനെയായി മാറി? ആദ്യം പറഞ്ഞത് നിള തിയേറ്ററിൽ വെച്ച് സെക്ഷൽ കാലത്ത് പറയാതിരുന്നതോ ഈ പറഞ്ഞ കാര്യത്തിലെ ഡിലേയോ ഒന്നും ഈ വിഷയത്തിൽ ബാധകമല്ല എന്ന് ഇതേ ഹൈക്കോടതിയാണ് പറഞ്ഞത്. രാഹുൽ വായിച്ചോളൂ. രണ്ടാമത്തെ കാര്യം ബാധകമല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഡിലേ ബാധകമല്ല. പക്ഷെ ആദ്യത്തെ കാര്യം ബാധകമാണ്. കാര്യം മൊഴി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മൊഴികൾക്ക് കൺസിസ്റ്റൻസി ഇല്ല സാർ. ആ മൊഴികൾക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആദ്യം വെർബൽ അബ്യൂസ് പറഞ്ഞു, രണ്ടാമത് സെക്ഷലി പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു, മൂന്നാമത് മറ്റൊരു കാര്യം അല്ലെങ്കിൽ എന്നെ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞു, നാലാമതാണ് റേപ്പ് പറഞ്ഞത്. അതാണല്ലോ രാഹുൽ ഈശ്വറിന്റെ കണ്ടൻഷൻ. അവിടെ നമുക്ക് അഡ്വക്കേറ്റ് മിനിയുടെ അഭിപ്രായം കൂടി ചോദിക്കേണ്ടത്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഇത് യഥാർത്ഥത്തിൽ ട്രയലിന്റെ ഘട്ടത്തിൽ പ്രതിഭാഗം ഉന്നയിക്കേണ്ട വാദങ്ങളാണ്. പരാതിക്കാരി പല സമയങ്ങളിൽ, പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ആരോപണത്തിന് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. താങ്കൾ ഈ പരാതിയും അനുബന്ധ പരാതികളും ഒക്കെ വായിച്ചിട്ടുള്ള ആളാണല്ലോ, എന്ത് തോന്നുന്നു? ഈ രാഹുൽ ഈശ്വര് ഒരു കാരണവശാലും രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുക്കാനുള്ള വഴിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വരിനെ പോലെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാള് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഈ വിക്ടിമിനെ ഇങ്ങനെ ഡിഫേം ചെയ്ത് സംസാരിക്കുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രാഹുൽ ഈശ്വറിന് ഈ കുട്ടിയെ കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് കിട്ടിയത്? ആ ഡീറ്റെയിൽസ് ആരെങ്കിലും പറയുന്നത് തന്നെ രാഹുൽ ഈശ്വരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ. നിങ്ങൾക്ക് ഇപ്പൊ കോടതി പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിന്റെ ട്രയലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരനോ രാഹുൽ ഈശ്വരന്റെ വക്കീലന്മാർക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നും ഇതിനൊരു ഇന്ററോഗേഷൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഡ്മിഷനും കൂടി അതിന് ഘടകമായിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ പറയാൻ സമ്മതിക്കാതെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ഒരു പ്രശ്നത്തിനൊരു പരിഹാരമില്ല. അപ്പൊ രാഹുൽ ഈശ്വരി ദയവ് ചെയ്ത് ഈ കുട്ടിക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അലിഗേഷൻ പറയുന്നത് നിർത്തണം. നിങ്ങൾക്കിതിൽ യാതൊരു റോളുമില്ല, നിങ്ങൾ ആ പരിസരത്തുള്ള ആളല്ലല്ലോ, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞറിവല്ലേ ഉള്ളൂ. ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല, നിങ്ങളല്ലല്ലോ ചെയ്തത്. പിന്നെ എന്തിനാണ് നമ്മളൊരാളെ ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോഴും അതിന് കാണിക്കേണ്ട ഒരു മിനിമം ഒരു ബാലൻസിൽ? അപ്പൊ അത് രാഹുൽ സൂക്ഷിക്കണം. ദയവ് ചെയ്ത് ഇങ്ങനെ സ്ത്രീകളെ അപമാനിച്ച് സംസാരിക്കരുത്. നമ്മൾക്കത് സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്.
നിയമപരമായി അഡ്വക്കേറ്റ് എന്ന രീതിയിൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതി, ഈ വിക്ടിമിനെ ഈ രീതിയിൽ മോശപ്പെടുത്തുന്ന രീതി, ഇതൊക്കെ രാഹുൽ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുക. അപ്പൊ രാഹുലിന് എന്തോ ആവാന്നാണോ ചാനലുകളിൽ ഇരുന്ന്? അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. മാഡത്തിന്റെ ഉപദേശം പൂർണ്ണമായി സ്വീകരിക്കുന്നു. പക്ഷേ ഇത് പബ്ലിക് ഡൊമൈനിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് ശ്രീ സിദ്ദിഖ് അടക്കം പോലീസുകാർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ചൈന യൂണിവേഴ്സിറ്റിയുടെ ഡോക്യുമെന്റ് ആണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്, രഹസ്യ ഡോക്യുമെന്റ് അല്ല. അല്ല, ഈ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഫേസ്ബുക്കിൽ ആരോ ഇട്ട ഒരു കടലാസാണ്, ഞാനും കണ്ടിരുന്നു. അതിന്റെ വെരാസിറ്റി പരിശോധിക്കേണ്ടതാണ്. അതിനാണല്ലോ അന്വേഷണ സംഘം. എന്തായാലും കോടതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉന്നയിച്ചില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? അങ്ങനെയാണെങ്കിൽ പരാതിക്കാരി ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ, പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിലും ഇതേ ക്രെഡിബിലിറ്റി ഇല്ലായ്മ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോടതി ഇത് വളരെ ഗുരുതരമായിട്ടുള്ള അലിഗേഷനാണ്, ഇത് വളരെ ഗ്രേവ് ആയിട്ടുള്ള അൺക്വസ്റ്റ്യനബിളി സീരിയസ് ആൻഡ് ഗ്രേവ് എന്ന് കോടതി പറയുകയും മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് പ്രാഥമികമായി മനസ്സിലാക്കിയാൽ പോരെ? അതാണ് മജസ്റ്റി ഓഫ് ദി കോർട്ട്. കോർട്ട് ഇൻ ഇറ്റ്സ് വിസ്ഡം ഗേവ് എ വേർഡിക്ട്. നമ്മളതിനെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ്. കോടതിയോട് ഏറ്റവും വിനയപുരസരം ഡൈവേർജ് ചെയ്യുമ്പോഴും വിയോജിക്കുമ്പോഴും കോടതിയുടെ വിധി നമ്മളെല്ലാം ബാധിക്കാൻ അല്ലെങ്കിൽ ശിരസാ വഹിക്കാനും അംഗീകരിക്കാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ടീം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. ഒരാഴ്ചക്കകം ഹിയറിംഗ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആരും കോടതികളെ കുറ്റം പറയില്ല. തേടിയ വെള്ളി കാലു ചുറ്റി ഹിയറിംഗ് കിട്ടട്ടെ. സുപ്രീം കോടതിയിൽ പോകാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. സിദ്ദിഖിന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് സിദ്ദിഖിന്റെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും രേഖപ്പെടുത്താം. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമോ? എനിക്ക് സംശയമാണ്. സാധാരണക്കാരനായ ഒരാളാണ് പ്രതിയെങ്കിൽ, ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ ഒരു സാധാരണക്കാരന് ഈ സമീപനമായിരിക്കുമോ പോലീസിൽ നിന്ന് കിട്ടുക? അല്ലല്ലോ. ശ്രീ അഭിലാഷ്, ഇതിന്റെ സങ്കീർണത താങ്കൾ ദയവായി മനസ്സിലാക്കണം. സിനിമാ ഫീൽഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാറ്റിലും ഫൈറ്റും ഒക്കെ ഒരുപാടുണ്ട്. നിവിൻ പോളി അടക്കം ഒരുപാട് പേർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് ഒരു അവധാനത വേണം. ആരെങ്കിലും കയറി അറസ്റ്റ് ചെയ്യുകയല്ല. സോളിഡായ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. മിനി മാഡം പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ എനിക്കറിയില്ല. കോടതിയിലെ വാദപ്രകാരം താൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നില്ല. അതുകൊണ്ട് സിദ്ദിഖ് ശക്തമായി പറയുന്നത് താൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല എന്നാണ് സിദ്ദിഖിന്റെ വാദഗതി. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിൽ ഒരു അവധാനത വേണം. ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കയ്യടി നേടാൻ പോലീസ് ശ്രമിക്കരുത്. വിജയബാബുവിന്റെ കേസിൽ അത് പറ്റി. കോടതി തന്നെ പറയുകയുണ്ടായി അവസാനം, മീഡിയക്കാരെ കാണിക്കാനല്ലേ നിങ്ങൾ വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. രാഹുൽ ഈശ്വർ അല്ല, കോടതി പോലീസുകാരോട് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ കയ്യടിക്ക് വേണ്ടി ചെയ്യരുത്. ഇവരുടെ എല്ലാം കുടുംബങ്ങളുണ്ട്, ഇവർക്കെല്ലാം ബന്ധുക്കളുണ്ട്, ഇവർക്കെല്ലാം സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. അവർ തെറ്റുകാരാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തൂ, കുറ്റപ്പെടുത്തൂ, അവരെ കഴിവിലേറ്റു. പക്ഷേ തെറ്റുകാരാണെന്ന് കോടതി വിധിക്കുന്നത് വരെ നമ്മളൊരു ബാലൻസ് കാണിക്കണം. മിനി മാഡം നേരത്തെ പറഞ്ഞ ബാലൻസ് കാണിക്കണം. ഞാനും ആ ബാലൻസ് കാണിക്കാൻ ബാധ്യസ്ഥനാണ്. മിനി മാഡത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്നു. ആ ബാലൻസ് നമ്മൾ കാണിക്കണം. സിദ്ദിഖ് ഒരു തീവ്രവാദി അല്ല. സിദ്ദിഖിനെ ഒരു തീവ്രവാദിയെ പോലെ വേട്ടയാടുന്നു, പോലീസ് സംഘം പുറകെ പോകുന്നു, ക്യാമറ പുറകെ പോകുന്നു. നമ്മുടെ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ 30-40 വർഷങ്ങളായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയെ കരിവാരി തേക്കുമ്പോൾ, കവർ ചെയ്യുമ്പോൾ നമ്മളൊരു മിനിമം ബാലൻസ് കാണിക്കണം. ആ ബാലൻസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം, ആ ബാലൻസ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് മാത്രമാണ് അഭ്യർത്ഥനയുള്ളത്. ശരി, അഡ്വക്കേറ്റ് മിനി, ഇപ്പോ ഈ കാര്യത്തിൽ അന്വേഷണ സംഘം എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നു അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിൽ പോകാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്, സിദ്ദിഖിനും അവകാശമുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ നിരത്തട്ടെ. പക്ഷേ ഇപ്പോൾ അറസ്റ്റിന് തടസ്സമില്ല എന്നിരിക്കെ പോലീസ് ഇനിയും ഒളിച്ചു കളിക്കുമെന്നാണോ വിചാരിക്കേണ്ടത്? ഒന്ന് മ്യൂട്ട് മാറ്റൂ. ഞാൻ മനസ്സിലാക്കിയത് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ വന്നപ്പോഴും സിദ്ദിഖ് കൊടുത്തുന്ന പരാതിയെ സംബന്ധിച്ചും എനിക്ക് അന്നു മുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം, സിദ്ദിഖിന് ജാമ്യം ഹൈക്കോടതി അനുവദിക്കില്ല എന്നുള്ളതാണ്. കാരണം അത്രയും അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ SITക്കും അതറിയാലോ, അവിടെ മുകേഷിന്റെ ജാമ്യ ആപ്ലിക്കേഷൻ വന്നപ്പോ സെഷൻസ് ജഡ്ജി പറഞ്ഞു അറസ്റ്റ് അന്ന് തന്നെ തടഞ്ഞു. അറസ്റ്റ് തടഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് അടുത്ത ഹിയറിംഗ് കഴിഞ്ഞ് ജാമ്യം അനുവദിച്ചത്. ഇവിടെ എന്താ, കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടായില്ല, എന്നിട്ടും എന്തുകൊണ്ട് SIT അറസ്റ്റ് ചെയ്തില്ല? സിദ്ദിഖിന് രാജ്യം വിട്ടു പോകാനായിട്ടുള്ള അനുവാദവും അവസരവും കൊടുക്കുകയാണോ SIT ചെയ്യണമെന്ന് ആര് സംശയിച്ചാലും എന്താ അതിന് പ്രശ്നമുള്ളത്? ആ സംശയം എല്ലാവർക്കും പ്രബലപ്പെടുകയാണ്. ഇപ്പൊ സിദ്ദിഖിനെ കാണുന്നില്ല. സിദ്ദിഖ് എന്താ മായയായി പോയോ? സുപ്രീം കോടതിയിൽ പോകാൻ വരെ ഒരു അവസരം കൊടുക്കണം എന്ന് കരുതിയാണോ? ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഹൈക്കോടതി അത് ഗൗരവമായി കാണണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് SITക്ക് എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ SIT ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണ്ടേ?
അതൊരു ഗൗരവപൂർണമായ ചോദ്യമാണ്. SIT എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തത്? സിദ്ദിഖ് ഇപ്പോൾ എന്തായാലും വീടുകളിലില്ല. അദ്ദേഹത്തിന് 2 വീടുകളുണ്ട്, ആലുവയിലും അതുപോലെ തന്നെ കാക്കനാട് പടമുകളിലും 2 വീടുകളുണ്ട്. 2 വീട്ടിലും സിദ്ദിഖില്ല. സിദ്ദിഖ് എവിടെ പോയി എന്നറിയില്ല. അദ്ദേഹം എറണാകുളത്തെ ചില ഹോട്ടലുകളിലുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അറസ്റ്റിന് തടസ്സമില്ലാതിരിക്കെ അറസ്റ്റ് ഉണ്ടാകുമോ അതോ സുപ്രീം കോടതി വരെ പോയി അവിടെ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരവും കിട്ടിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അത്രയും കാത്തിരിക്കാൻ SIT തയ്യാറാമോ? ഇതൊക്കെ അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്.